വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസാണ് ഈ പ്രതി അഫാന്റെ കസ്റ്റഡി അപേക്ഷ നെടുമങ്ങാട് കോടതി ഇന്നിപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അഫാനെ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യതയും. പാങ്ങോട് പോലീസ് ആവശ്യപ്പെട്ടത് 3 ദിവസത്തെ കസ്റ്റഡിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി ഹാൻസ് ഉണ്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഈ കഴിഞ്ഞ ദിവസം കിളിമാനൂർ പോലീസ് ജയിലിലെത്തി ലത്തീഫിനെയും ഭാര്യയും കൊന്ന കേസിൽ അഫാന്റെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ കസ്റ്റഡി എപ്പോഴാവും പരിഗണിക്കുക? എന്താണ് പോലീസ് നീക്കം? സേതുലക്ഷ്മി, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. കാരണം പ്രതി അഫാനെ ഇന്ന് കോടതി കസ്റ്റഡിയിൽ നൽകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ഇന്നലെ പോലീസ് നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോടതി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 3 കേസുകളാണ് ഇപ്പോൾ അഫാനെതിരെ പ്രധാനമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലും, അതിനോടൊപ്പം തന്നെ പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫ്, സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലും, അതിനോടൊപ്പം തന്നെ സഹോദരനായിട്ടുള്ള അഫ്സാൻ, പെൺ സുഹൃത്തായിട്ടുള്ള ഫർസാന, അതിനോടൊപ്പം തന്നെ മാതാവ് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചടക്കമുള്ള ഒരു കേസ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും 3 കേസുകളും പ്രത്യേകമായി പരിഗണിക്കാനാണ് പോലീസിന് നീക്കം. അതിൻ്റെ ഭാഗമായി തന്നെ ആദ്യത്തെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിതൃമാതാവിൻ്റെ കേസിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാനാണുള്ള സാധ്യത. ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇന്ന് നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അഫാൻ ഉള്ളത്. അതീവ സുരക്ഷാ ബ്ലോക്കായിട്ടുള്ള UT ബ്ലോക്കിലാണുള്ളത്. എന്തായാലും രാവിലെ ഒരു 10 മണിയോട് തന്നെ അഫാനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയും മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സേതുലക്ഷ്മി. ഓക്കെ, ശരി ഹാൻസ്.